ഇന്ന് ഡിസംബർ 1. നമ്മൾ എല്ലാവരും ക്രിസ്മസിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. നമ്മളിങ്ങനെ ക്രിസ്മസ് വരുന്നതും നോക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ 25 ദിവസം നമുക്ക് നോമ്പെടുത്ത് അമ്മയോട് കൂടെ ആയിരിക്കാം. അമ്മയുടെ അനുഗ്രഹങ്ങൾ ഒത്തിരി നമുക്ക് അമ്മയോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് അമ്മയോട് ചോദിച്ച് നമുക്ക് വാങ്ങിക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ 25 ദിവസം എങ്ങനെയൊക്കെ ഒരുങ്ങണം, എങ്ങനെയൊക്കെ നമ്മളെ തന്നെ പ്രിപ്പയർ ചെയ്യണം, അമ്മയോട് എങ്ങനെ കൂടുതൽ നമ്മൾ അടുത്ത് കുറച്ചും കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് അമ്മയോട് കൂടെ ആയിരിക്കാം എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഈ 25 ദിവസവും വളരെ മനോഹരമായ ഒരു നോമ്പിൻ്റെ കാലമാണ് ഈ 25 നോമ്പെന്ന് പറയുന്നത്. ഈ 25 ദിവസം നമ്മളെ കൊണ്ട് പറ്റുന്നവരെല്ലാം ഈ 25 നോമ്പ് ആചരിക്കാൻ ശ്രദ്ധിക്കുക. നോൺ വെജ് ഐറ്റംസ്, മത്സ്യങ്ങളും ഇറച്ചി അതുപോലെയുള്ള നോൺ വെജ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, അതുപോലെ ആൽക്കഹോൾസൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ആൽക്കഹോൾസൊക്കെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ആ നോമ്പിൻ്റെ പവിത്രതയിലായിരിക്കാം. നോമ്പ് എടുക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക. നോമ്പെടുക്കുമ്പം നമ്മൾ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 നിയോഗങ്ങൾ എഴുതി നോമ്പിന് മുൻപ് നമ്മൾ ഒരു ബൈബിളിനകത്ത് വെക്കുക. 5 നിയോഗങ്ങൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന 5 നിയോഗങ്ങൾ എഴുതി ബൈബിളിൽ വെച്ച് സൂക്ഷിക്കാം. എന്നിട്ട് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുക. ഈ 25 ദിവസവും നമ്മൾ ഈ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അമ്മയോട് കൂടി കൂടുതൽ ജപമാലകൾ ചൊല്ലുക, അതുപോലെ കാരുണ്യപ്രവർത്തികൾ ചെയ്യുക. ഈ 25 ദിവസവും നമ്മളെക്കൊണ്ട് കഴിയുന്നത് പോലെയുള്ള സൽപ്രവർത്തികൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. പിന്നെ നമ്മളെ തന്നെ ഒന്നും കൂടെ ഒരുക്കുന്ന ഒരു സമയമായിരിക്കുക ഈ 25 ദിവസം. നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെച്ച് അമ്മയോട് കൂടെ ആയിരിക്കും. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മക്കളായി മാറാനും നമ്മളെ തന്നെ നമുക്ക് ഒരുക്കാം. നമുക്കാണ് നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പം നമ്മുടെ ഏതെങ്കിലും ഒരു ഡൗൺ ഏരിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുക, ഏതൊക്കെ ഏരിയയിലാണ് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത്. ഇപ്പം ഒത്തിരി ദേഷ്യപ്പെടുന്ന ആളുകളാണെങ്കിൽ എനിക്ക് എൻ്റെ ഈ ദേഷ്യം കുറയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ മെത്തേഡ്സ് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ ആ ഒരു നിയോഗങ്ങളും വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നെഗറ്റീവ്സ് ആയിട്ടുള്ള തിന്മയുടെ മേഖലകൾ കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കുക. തിന്മയുടെ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് അവിടെ ഒരു റീപ്ലേസ് ചെയ്യുക. നന്മ കൊണ്ട് അവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് ചെയ്യുക. ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് കുറ്റം പറയുന്ന ആളുകളാണെങ്കിൽ, മറ്റുള്ളവരെ പറ്റി പെട്ടെന്ന് നമ്മൾ നെഗറ്റീവ്സും കുറ്റങ്ങളും ഒക്കെ പെട്ടെന്ന് ഫിഗർ ഔട്ട് ചെയ്ത് പെട്ടെന്ന് പറയുന്ന ആളുകളാണെങ്കിൽ കുറ്റം പറയുന്നതിന് പകരം മറ്റുള്ളവരിലെ നന്മ കാണാനും അത് ബാക്കിയുള്ളവരുമായി ഷെയർ ചെയ്യാനും ഒക്കെയുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക. എല്ലാ മനുഷ്യർക്കും അവരുടേതായ നെഗറ്റീവ്സും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാവർക്കും കുറ്റങ്ങളുള്ളതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ഒരു പോസിറ്റീവ് സൈഡ് കാണും. എല്ലാ മനുഷ്യർക്കും ഉണ്ട് അവരുടേതായുള്ള ഒരു പോസിറ്റീവ് സൈഡ്സ്. അപ്പോൾ ആ പോസിറ്റീവ് സൈഡിലേക്ക് നമ്മൾ നോക്കുക, അവരുടെ നന്മകളിലേക്ക് നോക്കുക. എല്ലാവർക്കും അവരുടേതായ ഓരോ നന്മകളുണ്ട്. അപ്പോൾ ആ നന്മകളിലേക്ക് നോക്കി അവരുടെ നന്മകൾ കാണുകയും, അപ്പം അതൊരു എക്സാമ്പിളാണ്. അതുപോലെ നമുക്ക് ഇപ്പം നമ്മുടെ എന്താണോ ഇപ്പോൾ ഒത്തിരി അഹങ്കാരമുള്ളവരാണെങ്കിൽ അത് കുറയ്ക്കുക. അങ്ങനെ നമ്മുടെ ആ ഒരു തിന്മയുടെ ആ മേഖലകളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതെല്ലാം കുറച്ചുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈ 25 ദിവസം ഒരുക്കാം. നമ്മുടെ ആ ഓരോ തിന്മയുടെ മേഖലയും കുറച്ചുകൊണ്ട് നന്മയുടെ പാതയിലൂടെ നടക്കാം. മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഒരു ക്യാരക്ടറായിട്ട് മാറാനായി നമ്മളെ തന്നെ നമുക്ക് ഒരുക്കി മാതാവിനോട് കൂടെ ആയിരിക്കുക. നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ നെഗറ്റീവ് സൈഡ്സ് കംപ്ലീറ്റ് ആയിട്ട് മാറാനായിട്ട് നമുക്ക് മാതാവിൻ്റെ ആ സഹായവും അഭ്യർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ സമർപ്പിക്കുന്ന ഈ 5 നിയോഗങ്ങളിൽ മാതാവ് ഉറപ്പായിട്ടും ഇടപെടും. നമുക്ക് ഒരു മാറ്റം വരുമ്പോൾ ഈ 25 ദിവസം കൊണ്ട് നമ്മളെ തന്നെ മാറ്റുകയാണ്, നമ്മളെ തന്നെ റീഫോം ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ആ അനുഗ്രഹത്തിൻ്റെ മേഖലയും ഇരട്ടിയാവും. ഈ 25 ദിവസത്തെ ആ കാലാവധിയിൽ
നമുക്ക് കൂടുതൽ പ്രാർത്ഥനയിലായിരിക്കാനും ബൈബിളുകൾ നല്ല രീതിയിൽ ബൈബിൾ വായിക്കുവാനും അമ്മ മാതാവിന് ഇഷ്ടപ്പെടുന്ന നല്ല മക്കളായി, അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായി മാറാനും ഒക്കെയുള്ള അനുഗ്രഹത്തിനും ഒക്കെയായിട്ട് പ്രത്യേകം നമുക്ക് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കണം. ഈ 25 നോമ്പെടുക്കുന്ന എല്ലാ ആളുകളെയും അമ്മ മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ അനുഗ്രഹവും കൃപാവരവും എപ്പോഴും നിങ്ങളുടെ ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. അമ്മ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.